ഒരു കടുത്ത മോദി വിരുദ്ധനാണ് തെലങ്കാനയുടെ പ്രിയപുത്രനും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ തലതൊട്ടപ്പനുമായ അസദുദ്ദീൻ ഒവൈസി. മതത്തിൽ കുളിച്ചു നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പാകിസ്ഥാനോട് എപ്പോഴും വല്ലാത്തൊരു മമതയാണ്. എങ്ങോ കിടക്കുന്ന പാലസ്തീന് വേണ്ടി പാർലമെന്റിൽ ബഹളം വെക്കുന്ന ഒരാള്, പാർലമെന്റിൽ അള്ളാഹു അക്ബർ വിളിക്കുന്ന ഒരാള്, ഏത് തീവ്രവാദി മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ഘോരഘോരം വാദിക്കുന്ന ഒരാള്. ഇങ്ങനെയുള്ള ഒരാള് കഴിഞ്ഞ ദിവസത്തെ കാശ്മീർ ആക്രമണത്തിന് ശേഷം കറുത്ത ബാഡ്ജ് കിട്ടുന്നു, പള്ളിയിൽ വരുന്നവർക്കെല്ലാം കറുത്ത ബാഡ്ജ് നൽകുന്നു, അവരെ കൊണ്ട് കെട്ടിക്കുന്നു, തീവ്രവാദികൾക്കെതിരെ സംസാരിക്കുന്നു, മോദിയോട് അനുകൂല നിലപാടെടുക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇയാൾക്ക് മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള പണിയാണെന്നാണ്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ഇന്നാണ് കാര്യം പിടികിട്ടിയത്. സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ ഭാരതീയരുടെ രക്തം അതിലൂടെ ഒഴുക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ മന്ത്രിയായ ബിലാവൽ ഭൂട്ടോയോട് അമ്മാവൻ അനന്തരക്കാരെയൊക്കെ ഉപദേശിക്കുന്ന പോലുള്ളൊരു ഉപദേശം. നിന്റെ അമ്മയെ തീവ്രവാദികൾ കൊന്നത് മറക്കരുതെന്ന്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇയാൾക്ക് നന്നായിട്ട് മനസ്സിലായി നരേന്ദ്രമോദി ആരാണെന്നും BJP എന്താണെന്നും. തീവ്രവാദി ആക്രമണത്തിന്റെ പിറ്റേന്ന് തന്നെ പാകിസ്ഥാനിൽ കയറി അടിക്കുമെന്നും തിരിച്ചടി മേടിച്ചോടുമെന്നും പ്രതീക്ഷിച്ചിരുന്നവർ നിരാശരായി. അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വരുന്ന ആശ്വാസം പാകിസ്ഥാനെ ഒന്നും ചെയ്യില്ല, മോദി ശാന്തനായി എന്നാണ്. അതുകൊണ്ട് തന്നെ മോദി വിരുദ്ധത കാണിച്ചിരുന്ന പലരും മോദിയെ പ്രശംസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിന്റെ പുരാണങ്ങളും ചരിത്രങ്ങളും പഠിക്കാതെ മുഗളന്മാരുടെ പെണ്ണുപിടിയും കൊള്ളയും ചരിത്രമായി പഠിച്ചാലും പഠിപ്പിച്ചാലും വരുന്നതിന്റെ കുഴപ്പമാണിതൊക്കെ. മഹാഭാരത യുദ്ധത്തിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം കഴിഞ്ഞ ഉടനെ തന്നെ അർജുനൻ ദുര്യോധനനുമായി യുദ്ധം ചെയ്യുകയല്ലയുണ്ടായത്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ എന്നൊരു പേര് ഭൂപടത്തിൽ പോലും ഇട്ടേക്കില്ല നരേന്ദ്രമോദിയെന്ന് ഈ ഒവൈസിക്കറിയാം. 1000 വർഷങ്ങൾക്ക് മുൻപ് തുർക്കിയിൽ നിന്നുള്ള കൊള്ളക്കാർ കൊള്ള നടത്താനും അധിനിവേശം സ്ഥാപിക്കാനും ആദ്യം എത്തിയത് ഭാരതത്തിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ് മുസ്ലിംസ് പറയുന്നത് പോലെ അതിൻ്റെ ഒരു അവസാനവും ഭാരതത്തിൽ നിന്ന് തന്നെ ആയിരിക്കും.